ഇതെങ്ങനെയുണ്ട് നോക്കിയേ. കറി അല്പം ചൂടാറിച്ച് ആരുഷി കൊടുത്തുകൊണ്ട് അലക്സി ചോദിച്ചു. സൂപ്പർ അപ്പേ, നല്ല ടേസ്റ്റ് ഉണ്ട്. കറി രുചിച്ചുകൊണ്ട് ആരുഷി എന്ന ആഷി പറഞ്ഞു. എന്നാ മോള് വന്നാട്ടെ, അപ്പൊ ആഷിക്ക് ചോറ് വാരിത്തരാം. സ്ലാബിന്റെ പുറത്തുനിന്ന് ആഷിയെ പൊക്കിയെടുത്തുകൊണ്ട് അലക്സ് പറഞ്ഞു. ഈ അമ്മക്ക് പണ്ടത്തെ പോയതിനോട് സ്നേഹമല്ല അല്ലേ അപ്പായി? അതല്ലേ അമ്മ ഇപ്പൊ എന്നെ കാണാൻ വരാത്തും സ്കൂളിൽ കൊണ്ടുവിടാത്തും എന്റെ തലമുടി കെട്ടിത്തരാത്തും എനിക്ക് രാവിലെ പാപ്പ് ഉണ്ടാക്കി തരാത്തും ഒക്കെ. ഭക്ഷണം വാരി കൊടുക്കുന്നതിനിടയ്ക്ക് ആഷി അലക്സിനോട് പറഞ്ഞു. എന്നാര് പറഞ്ഞു? അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ആഷിയോടല്ലേ? ഇത് അമ്മക്ക് ഹോസ്പിറ്റലിൽ തിരക്കായതുകൊണ്ടല്ലേ? മോൾക്ക് അറിഞ്ഞൂടെ? ഇപ്പോഴാണെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന വലിയ അസുഖം ലോകത്തെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുവല്ലേ. എത്ര പേരാ ദിവസവും മരിക്കുന്നു. അപ്പൊ അമ്മയെപ്പോലുള്ള ഡോക്ടർമാരല്ലേ അവരെയൊക്കെ രക്ഷിക്കേണ്ടത്. അതല്ലേ അമ്മ ഇപ്പൊ ആഷിമോളെ കാണാൻ ഇങ്ങോട്ട് വരാത്ത. അല്ലാതെ ആഷിയോട് സ്നേഹമില്ലായിട്ടല്ല. അതൊക്കെ ശരിയാ. അപ്പൊ അമ്മയ്ക്ക് എന്നോട് നിറയെ സ്നേഹമുണ്ടല്ലേ? അതേലോ, അമ്മക്ക് ആഷിയോട് ഒരുപാട് സ്നേഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പക്ക് ആഷിയോടാണോ അമ്മയോടാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ അമ്മയോട് അപ്പായിക്ക് പ്രത്യേക ഒരു ഇഷ്ടമല്ലേ, ആഷിയോട് വേറൊരു ഇഷ്ടം. രണ്ടും രണ്ടല്ലേ? ആഷിയുടെ കവിളി രണ്ടും വലിച്ചു വിട്ടുകൊണ്ട് അലക്സ് പറഞ്ഞു. ഈ അപ്പായി ഒരു കള്ളനാ. അപ്പായിക്ക് എന്നെക്കാട്ടും ഇഷ്ടം അമ്മയോട് തന്നെയാ. ഇതിപ്പോ എന്നെ പറ്റിക്കാൻ ചുമ്മാതെ പറയുന്ന. പിണങ്ങി മുഖം തിരിച്ചിരുന്നുകൊണ്ട് ആഷി പറഞ്ഞു. അങ്ങനെ അങ്ങ് പിണങ്ങില്ല എന്റെ ആഷി. ഒരു കൈ കൊണ്ട് ആഷിയെ പൊക്കിയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അലക്സ് പറഞ്ഞു. എന്നാ പറ, എന്നോടാണ് അമ്മയോടാണ് അപ്പ കൂടുതൽ ഇഷ്ടം? അതിപ്പോ അപ്പ എങ്ങനെയാ ആഷിയെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? മമ്മ എന്ന് പറയുന്നത് അപ്പായി തന്നെയല്ലേ? എനിക്ക് ആഷിയെ കിട്ടുന്ന തന്നെ അമ്മയിൽ നിന്നല്ലേ? അപ്പൊ അപ്പായിക്ക് അമ്മയോടും ആഷിയോടും ഒരുപോലത്തെ രണ്ട് ഇഷ്ടമല്ലേ? ആഷിയെ അടക്കി പിടിച്ചോണ്ട് അലക്സ് പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി. അപ്പക്കപ്പൊ സിനിമയിലെ കാണുന്ന പോലെ അമ്മയോട് പ്രേമല്ലേ? അലക്സിനെ നോക്കി വാപ്പുതി ചിരിച്ചുകൊണ്ട് ആഷി ചോദിച്ചു. ആഷി ചോദിച്ചതിന് മറുപടിയായി അലക്സ് ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ തന്റെ പാതിയോടുള്ള പ്രണയവും നിറഞ്ഞു നിന്നു. അപ്പായി ഇന്ന് എനിക്ക് ഏത് കഥയാ പറഞ്ഞിരുന്നേ? ആഷിയെ മടിയിൽ കിടത്തി തലയിൽ തലോടിക്കൊണ്ടിരിക്കുന്ന അലക്സിനോട് ആഷി ചോദിച്ചു. ഇന്ന് ഏത് കഥയാ ആഷിക്ക് വേണ്ടത്? ആമയുടെയും ഓയിലിന്റെയും കഥയായാലോ? അലക്സ് ചോദിച്ചു. ഒന്ന് പോ അപ്പായി. ആ കഥ പറഞ്ഞു പറഞ്ഞ് അപ്പായിക്ക് മടുത്തില്ലെങ്കിലും കേട്ട് കേട്ട് എനിക്ക് മടുത്തു. അപ്പായി വേറെ വല്ല കഥയും പറയൂ. എന്നാ സിൻഡ്രല്ലയുടെ കഥ പറയാം. ഈ അപ്പായി കൊണ്ട് ഞാൻ തോറ്റു. തലക്കായി വെച്ച് വലിയ ആൾക്കാർ പറയും പോലെ ആഷി പറഞ്ഞു. എനിക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ. അതല്ല, ഇനി എന്റെ ചക്കരയ്ക്ക് വേറെ കഥ കേൾക്കണമെങ്കിലേ നാളെ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് അപ്പ പറഞ്ഞുതരാം. ആഷിയെ അനുനയിപ്പിച്ചുകൊണ്ട് അലക്സ് പറഞ്ഞു. 10 വയസ്സ് ആഷിക്കായിട്ടുള്ളെങ്കിലും വാശിയുടെ കാര്യത്തിൽ ആഷി അമ്മയെ തോൽപ്പിക്കും. അത് അലക്സിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഒന്ന് പോ അപ്പായി. ഇന്ന് ഉറങ്ങാനായിട്ട് ഇനി അപ്പായി നാളെ കഥ കേട്ട് പഠിച്ചാൽ മതിയോ? ഒരു കാര്യം ചെയ്യും, അപ്പായി അപ്പായിയുടെ കഥ പറ. അപ്പായിയുടെ കഥയോ? അതിന് പറയാൻ മാത്രം അപ്പായിക്ക് കഥയൊന്നുമില്ലല്ലോ എന്റെ ആഷിയെ. ആര് പറഞ്ഞു? അപ്പായിന്റെ അമ്മേനെയും കഥയില്ലേ? അത് മതി, അത് പറഞ്ഞ. ആഷിക്ക് ഇതൊരു അപ്പായി അമ്മയെ കല്യാണം കഴിച്ച കഥ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് അത് മതി. ആഷി വാശി പിടിക്കാൻ തുടങ്ങി. ശരി ശരി പറഞ്ഞുതരാം, നിക്ക്. അലക്സ് കഥ പറയാൻ തുടങ്ങിയത് ആഷി ചാടിക്കേറി പറഞ്ഞു. അത് പിന്നെ അപ്പായി, ഈ പണ്ടത്തെ കഥകളൊക്കെ TV വേറെ പോലെയല്ലേ കാണിക്കുന്ന, കറുപ്പും വെളുപ്പായിട്ട്. അതിനെന്താ പറയാ? ബ്ലാക്ക് ആൻഡ് വൈറ്റോ? അത് തന്നെ. അപ്പൊ അപ്പായി കഥ പറഞ്ഞു തുടങ്ങിക്കോ, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടോളാം. പുതപ്പ് ഒന്നുകൂടി ദേഹത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ആഷി പറഞ്ഞു. അപ്പൊ കഥ തുടങ്ങാൻ പോവാണേ. അപ്പായി പറഞ്ഞു. അങ്ങ് ദൂരെ അനന്തപത്മനാഭന്റെ മണ്ണിലാ ഈ കഥ നടക്കുന്നത്. അവിടുത്തെ വലിയ പ്രമാണിയാ ചന്ദ്രോത്ത് ഗംഗാധരമേനോൻ, മോളുടെ മുത്തച്ഛൻ. പണ്ട് മുതലേ ആള് വലിയ വീരശൂര പരാക്രമിയാ. ആ നാട്ടിലെ ആളുകളുടെയൊക്കെ കൺകണ്ട ദൈവം. ഗംഗാധരമേനോന്റെ പ്രിയ പത്നി ഹേമാംബികാ ദേവി ഒരു സാധു. പക്ഷെ അന്നാട്ടിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പ്രിയപ്പെട്ട മേനോൻ മാഷിന് വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അതെന്താച്ചി? ആഷി ആകാംക്ഷയോടെ ചോദിച്ചു. ഒരു കുഞ്ഞില്ല എന്നുള്ള സങ്കടം. അങ്ങനെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനകളും വഴിപാടുകളും നിറഞ്ഞ 12 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു സുന്ദരിക്കുട്ടി ജനിച്ചു. ചന്ദ്രോത്ത് ഗംഗാധരമേനോന്റെയും ഹേമാംബികാദേവിയുടെയും ഒരേ ഒരു കൺമണി. ഗായത്രി ഗംഗാധരമേനോൻ എന്ന ആഷിയുടെ അമ്മ, അപ്പയുടെ സ്വന്തം ഗായൂസ്. ഒറ്റമകളായതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെയാ ഗംഗാധരമേനോൻ ഗായുവിനെ വളർത്തിയത്. ഗായുവിൻ്റെ ഏതൊരു ഇഷ്ടവും ഒരു മടിയും കൂടാതെ തന്നെ ഗംഗാധരമേനോൻ നടത്തി കൊടുത്തു. പതിയെ പതിയെ ആ കുഞ്ഞു സുന്ദരി വളർന്ന് വലിയ സുന്ദരിയായി.
അങ്ങനെ ഒരിക്കലും ചന്ദ്രോ തറവാട്ടില് വലിയൊരു ആഘോഷത്തിനുള്ള ഒരുക്കം തുടങ്ങി. എന്താഘോഷം അപ്പേ? ഗംഗാധരമേനോന്റെ അനിയന്റെ മകന്റെ വിവാഹം. ഏത്, അനിരുദ്ധ മാമന്റെയോ? അതേലോ, അനിരുദ്ധ മാമന്റെ തന്നെ. അങ്ങനെ അപ്പയുടെ ചങ്കും ചങ്കിടിപ്പോയ അനിയുടെ കല്യാണത്തിന് 4 ആഴ്ച മുന്നേ ഇങ്ങ് കോട്ടയം പാലായിന്ന് അപ്പ വണ്ടി കയറി അങ്ങ് അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക്. അമ്പന്റെ കല്ല! അലക്സിനെ നോക്കി ചിരിച്ചുകൊണ്ട് ആശി വിളിച്ചു. ആഹാ, അപ്പനെ കയറി കള്ളാന്നോ? മതി നീ കഥ കേട്ടത്, കിടന്നുറങ്ങിക്കോ. മുഖം ഒരു വശത്തേക്ക് തിരിച്ചുകൊണ്ട് അലക്സ് പറഞ്ഞു. പെനെങ്ങനെ അപ്പായി? ബാക്കി പറയുന്നേ, എന്റെ ചക്കര അപ്പായി അല്ലേ, പ്ലീസ്. കണ്ണിറുക്കി പറയുന്നവളെ കണ്ടപ്പോൾ തന്നെ അലക്സിന് ചിരി വന്നു. അമ്മയുടെ അതേ പകർപ്പ് തന്നെ. കള്ളി കാന്താരി. ആ ശരി ശരി, ബാക്കി പറയാം കേട്ടോ. അങ്ങനെ അന്ന് ആദ്യമായി ഞാൻ ചന്ദ്രു തറവാട് കണ്ട്. അന്നപ്പ അറിഞ്ഞതേയില്ല അവിടെയാണ് അപ്പയുടെ പ്രാണനെ കർത്താവ് തമ്പുരാൻ പടച്ചു വിട്ടേക്കുന്നതെന്ന്. ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ അപ്പേ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കണ്ടുമുട്ടിയെന്ന് പറ. കഥ നീണ്ടുപോകുന്നതുകൊണ്ട് അല്ലി പറഞ്ഞു. നീ ഇതിങ്ങനെ എൻ്റെ ഫ്ലോകളല്ലേ ആശിയേ, ഞാൻ പറഞ്ഞു വരട്ടെ. അങ്ങനെ അവിടെ ചെന്ന് അന്ന് വൈകുന്നേരം അനിക്കുട്ടൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി. പാവ അപ്പ അവസാനം ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോൾ അപ്പാടെ ജീവനായ ക്യാമറയും തൂക്കി ഇറങ്ങി. അങ്ങനെ കണ്ട വഴി കൂടിയെല്ലാം പോയി തോന്നിയ പോലെ ഫോട്ടോ എടുത്ത് തിരിച്ചു കിടന്നപ്പോൾ ചെറിയൊരു സംശയം, വഴി തെറ്റിയോ എന്ന്. പക്ഷേ അത് വെറും സംശയമല്ലായിരുന്നു, സത്യമായിരുന്നു. എനിക്ക് വഴി തെറ്റി. അങ്ങനെ തെറ്റിയ വഴി കണ്ടുപിടിക്കാൻ നടന്ന് ഒടുവിൽ കറക്റ്റ് സ്ഥലത്തിന് ഞാൻ എത്തി. അതെവിടെയാപ്പേ, വീട്ടിലാണോ? അല്ല, ചാണകക്കുഴി. ഇരുട്ട് വീണുകൊണ്ട് മുന്നിലെ കുഴി കണ്ടില്ല. ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും എന്താ പോലെയാ. അങ്ങനെ ചാണകക്കുഴിയിൽ നിന്ന് വലിഞ്ഞു കയറാൻ നോക്കുമ്പോഴുണ്ട് ഒരു ചിരി. നോക്കിയപ്പോൾ ആരാ അപ്പേ, യക്ഷിയാണോ? അല്പം ഭയത്തോടെ ആശി ചോദിച്ചു. ആ യക്ഷി തന്നെയാ, ഒരു വടയക്ഷി. എൻ്റെ ഹൃദയം തട്ടിയെടുത്ത എൻ്റെ സ്വന്തം വടയക്ഷി. പെണ്ണെന്ത് ചിരിയായിരുന്നെന്നോ. എന്നിട്ട് എന്നോടൊരു ചോദ്യം. ഇതെന്താ മാഷേ, ഫോട്ടോക്ക് ഭംഗി കൂടാനാണോ ഇങ്ങനെ ചാണകക്കുഴിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്? അപ്പൊ എനിക്ക് വന്ന ദേഷ്യത്തിനുണ്ടല്ലോ, അവളെ മോന്ത അടിച്ചോടിക്കേണ്ടതാ. എന്നിട്ട് അപ്പ അമ്മയെ അടിച്ചോ? പിന്നെ എന്നെ അടിയായിരുന്നറിയോ? പക്ഷെ ഞാനല്ല, എൻ്റെ ഹാർട്ട് എൻ്റെ ആണെങ്കിലും അതിൻ്റെ കൂറ് മൊത്തം നിന്റെ അമ്മയോടാ. അത് അന്നും അതെ, ഇന്നും അതെ. അന്ന് വീണതാ ചാണകക്കുഴിയിലും ആ ഉണ്ടക്കണ്ണിയിലും. എൻ്റെ സാറേ, പിന്നെ ഇതുവരെ എനിക്ക് ചുറ്റുള്ളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അന്ന് ഞാൻ ഉറപ്പിച്ചു, ഈ യക്ഷിയെ മറന്നു എനിക്കൊരു ജീവിതമില്ലെന്ന്. പിന്നെ അങ്ങോട്ട് പുറകെ നടപ്പും വഴക്കും പിണക്കങ്ങളും. അങ്ങനെ ആ യക്ഷിയെ ഹൃദയത്തിൽ ഞാനങ്ങ് കൂടുകൂട്ടി. അനിക്കുട്ടൻ്റെ കല്യാണം കൂടാൻ പോയ ഞാൻ അവസാനം എൻ്റെ പെണ്ണിനെ സെറ്റാക്കി. എന്നിട്ടെന്താ, പിന്നെ കത്തുകളായി, കാത്തിരിപ്പുകളായി. അങ്ങനെ നീണ്ട 4 വർഷങ്ങൾ. ഒടുവിൽ വീട്ടിൽ പൊക്കി. ഗംഗാധരൻ മാഷ് ആകെ ടെറർ മോഡ്. ആര്, ഗംഗു അപ്പൂപ്പനോ? ഓ, നിന്റെ ഗംഗുബായി തന്നെ. അങ്ങേര് പണ്ട് വലിയ സീനായിരുന്നു. എങ്ങനെ സീനാവാതിരിക്കും? കണ്ണേ പൊന്നേന്ന് വളർത്തിയ മോളെയല്ലേ ഈ കള്ളനസ്രാണി അടിച്ചുകൊണ്ടുവന്ന്. ഒടുവിൽ അനിമാമനും അപ്പച്ചനും എല്ലാവരും കൂടെ അങ്ങ് സെറ്റാക്കി തന്നു. ഒടുവിൽ ഞാൻ ആ ഉണ്ടക്കണ്ണിയെ സ്വന്തമാക്കി. ഗംഗു അപ്പോഴും ടെറർ മോഡായിരുന്നേ. കള്ളക്കിഴവാ. എന്റെ അപ്പനെ കുറ്റം പറയുന്നോ കള്ള നസ്രാണി. യക്ഷി. ചെവി തിരുമ്മിക്കൊണ്ട് അലക്സ് പറഞ്ഞു. ഇടുപ്പിൽ കയ്യും വെച്ച് കണ്ണും തുറപ്പിച്ച് അവൾ നിൽക്കുക. ദുഷ്ട. എന്റെ ചെവി പോയി. അമ്മാ. ഗായത്രിയെ കണ്ടത് ആശി ഓടി വന്ന് ഗായത്രിയുടെ മേലെ വലിഞ്ഞേറാൻ നോക്കി. നിക്ക് ആശി, അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ, ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് അമ്മേന്റെ ചക്കര എടുക്കാം കേട്ടോ. ആശിയെ തടഞ്ഞുകൊണ്ട് ഗായത്രി പറഞ്ഞു. ഞാനും കൂടെ വരണോ ഒരു കമ്പനിക്ക് ബാത്റൂമിലേക്ക്? ഒരു കള്ളച്ചിരിയോട് അലക്സി ചോദിച്ചു. കൊച്ചി നിൽക്കുന്നു, ഇല്ല ഞാൻ വല്ലതും പറഞ്ഞേനെ. നിങ്ങൾ എൻ്റെ പാവ അപ്പയെ കുറ്റം പറയല്ലേ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മനുഷ്യ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അത്രയും പറഞ്ഞ് ഗായത്രി ബാത്റൂമിലേക്ക് പോയി. അപ്പൊ അപ്പയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിറ്റിയല്ലേ? കൈ രണ്ടും വെച്ച് വാപ്പത്തി ചിരിച്ചുകൊണ്ട് അലക്സിനെ നോക്കി ആശി പറഞ്ഞു. എടി മിടുക്കി, നിനക്ക് വേണ്ടിയില്ലേടി ഞാൻ കഥ പറഞ്ഞു തന്നേ. അതുകൊണ്ടല്ലേ ആ ഗംഗുബായി എനിക്ക് ഓരോന്ന് പറയേണ്ടി വന്ന്. അതിന് കഥ പറയാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ അപ്പൂവിനെ കുറ്റം പറയാൻ ഞാൻ പറഞ്ഞോ?
അലക്സിനെ പുച്ഛിച്ചുകൊണ്ട് ആഷി പറഞ്ഞു. അത് ശരി, ഇപ്പൊ കഥ പറഞ്ഞ് ഞാനാരായി?